നമ്മൾ കുറേ കാലമായിട്ട് 10,000 രൂപ പെൻഷൻ കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ 10,000 അല്ല 20,000 തരാനും ഈ സർക്കാരിന് കഴിയും. ദുർച്ചെലവുകൾ, പാഴ്ചെലവുകൾ അതൊരുപാട് നിയന്ത്രിക്കപ്പെട്ടാൽ മതി. അതിന് ഏറ്റവും നല്ല മാർഗമുള്ളത് സർക്കാർ ജോലി 10 വർഷത്തേക്ക് മാത്രമായിട്ട് ചുരുക്കുക. അപ്പോൾ ഒരു ഡിഗ്രിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. അതായത് SSLC തോറ്റവർക്കും മറ്റൊരുന്ന് ജോലി കിട്ടാൻ പാടില്ല. ഡിഗ്രിക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ, അതായത് ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഏകദേശം 20 വയസ്സ് ആവും. ഈ 20 വയസ്സായിട്ട് അല്ലെങ്കിൽ 21 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാർക്ക് 10 വർഷത്തേക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് കൊടുക്കുന്നു. ഈ 10 വർഷം കഴിയുമ്പോൾ ഇവന് ഏകദേശം 31 വയസ്സാവും. 31 വയസ്സിൽ റിട്ടയർമെൻറ്റ്. അപ്പോൾ പിന്നെ സമ്പാദ്യ പെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ക്ഷേമ പെൻഷൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, സമ്പാദ്യ പെൻഷൻ്റെ കാര്യമാണ്. 50,000, 60,000, 1,00,000 ഉറുപ്പിക കിട്ടുന്ന സമ്പാദ്യ പെൻഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഗവൺമെൻറ് സർവീസുകളിൽ മുഴുവൻ ഉണ്ടാവുക. ഈ പടുകളവന്മാരെ കൊണ്ട് 1,00,000, 1,50,000 വാങ്ങി അവർ മടിയന്മാരായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സംഭവം പിന്നെ ഉണ്ടാവില്ല. 31 വയസ്സാവുന്ന ഓരോ വ്യക്തികളും അവിടുന്ന് പാസ് ഔട്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഗവൺമെൻറ് സർവീസിൽ ഇന്ന് ഉള്ളതിനേക്കാളും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. പെൻഷൻ, സമ്പാദ്യ പെൻഷനായിട്ട് 10 വയസ്സ് സർക്കാരിന് കൊടുക്കുകയും വേണ്ട. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും 10 വർഷം ജോലി ചെയ്ത, സർക്കാർ ജോലി ചെയ്ത ആൾക്കാരാകുമ്പോൾ ഇതിനകത്ത് ഉടായ്പ പരിപാടികളൊന്നും നടക്കില്ല. ഇപ്പം ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിട്ടൊരു പേപ്പറിന് പോയിട്ടില്ല, എന്നോട് നാളെ പോവാ, വെള്ളിയാഴ്ച പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നീ അങ്ങനെ ആക്കണ്ട, 10 വർഷം ഞാനും ഇതേ സർക്കാർ സർവീസിൽ ഇരുന്നവനാണ്, ഇനി ഇങ്ങോട്ട് കൊണ്ടാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്തു കൊള്ളുന്നില്ല. പക്ഷേ സാങ്കേതികമായിട്ട് ഒരു ഊരാക്കുരുക്ക് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥ നാറികൾക്ക് ഊരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ട വിഷയം അതാണ്. പിന്നെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം, ഉറപ്പായിട്ട് നോട്ടൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ആൾക്കാർ നല്ല പ്രചരണം നടത്തണം. കാരണം ഈ 2 പാർട്ടികൾക്കും 3 പാർട്ടികൾക്കും കിട്ടിയിട്ടും കാര്യമില്ല. ഈ UDF ആയാലും LDF ആയാലും ഇന്ന് BJP ആയാലും ഈ 3 പാർട്ടിയിൽ കണക്കാണ്. എല്ലാവരും ഉദ്യോഗസ്ഥന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഉദ്യോഗസ്ഥന്മാരെയും മതപ്പണിക്കാരും രാഷ്ട്രീയ പണിക്കാരാണ്. ഈ ഉദ്യോഗസ്ഥന്മാരും ഈ മതപ്പണിക്കാരും രാഷ്ട്രീയ പണിക്കാരും കൂടിയാണ് നികുതി പൈസ മുഴുവൻ തിന്നുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് ഗവൺമെൻറ് സർവീസിൽ 10 വർഷത്തേക്കായിട്ട് നിജപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആഹ്വാനം ചെയ്തിരിക്കണം. അല്ലാതെ ഈ 10,000 എന്ന് പറഞ്ഞാലൊന്നും ഇതിനൊന്നും കാര്യമില്ല. ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കിടക്കുന്നത് ഈ കിട്ടുന്ന നികുതി പണം മുഴുവൻ ഇവന്മാർ പുട്ടടിക്കുകയാണ്. അപ്പം അത് നിർത്തലാക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഏകീകൃത പെൻഷൻ ഈ നാട്ടിൽ വരുള്ളൂ.